ജോക്കർ സെക്കൻഡ് പാർട്ട്. ഹോക്കിൻ ഫിനിക്സ്, ലേഡി ഗാഗ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ടോഡ് ഫിലിപ്സ് സംവിധാനം ചെയ്ത ജോക്കർ ഫോളിയ ഡു എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. 2019 ഇറങ്ങിയ ജോക്കറിന്റെ ഫസ്റ്റ് പാർട്ട് സിനിമ തീരുന്നിടത്തു നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഇത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഈ പടത്തിന്റെ പേരിലെ ഫോളിയാഡു എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഭാഷയിൽ ഒരേപോലെ മെന്റൽ ഇൽനെസ് ഷെയർ ചെയ്യുന്ന രണ്ടുപേർ എന്നാണ് അർത്ഥം. സോ രണ്ട് വട്ട് കേസുകളുടെ പ്രണയമാണ് ഈ പടത്തിന്റെ കാതൽ എന്ന് പറയാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഹോക്കിൻ ഫിനിക്സിന്റെ ഗംഭീര പെർഫോമൻസ് ആണ്. ജോക്കർ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയ പടമാണ്. അതിൽ പുള്ളി തന്റെ മാക്സിമം തന്നെ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഒരു പാട്ട് പാടുന്ന സീനൊക്കെ ഉണ്ട്. കിടുവാണ്. പുള്ളിക്കാരന്റെ പ്രണയിനി ലീ ആയിട്ട് വരുന്ന ലേഡി ഗാഗയും ഗായികയോടൊപ്പം തന്നെ താൻ നല്ലൊരു നടിയാണെന്ന് വീണ്ടും തെളിയിക്കുന്നുണ്ട്. പെർഫോമൻസ് എല്ലാവരുടെയും നൈസ് ആയിരുന്നു. ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ്. BGM, മ്യൂസിക് ഒക്കെ നൈസ് ആണ്. എക്സലന്റ് സിനിമാറ്റോഗ്രഫി ആണ്. സെറ്റിട്ടതാണെങ്കിലും അല്ലെങ്കിലും ലൊക്കേഷനും കിടുവായിരുന്നു. ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഇതിലും ആ ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റിന്റെ അത്ര പ്രാധാന്യം ഇതിൽ സ്റ്റെയർ കേസിന് വന്നില്ല എന്ന് തോന്നി. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ കളർ ടോൺ ആണ് കേട്ടോ. ഒരല്പം ബ്ലൂഷ് നീലിമയുള്ള കളർ ടോൺ കൊണ്ട് നമ്മളെ ശരിക്കും ആ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന ഒരു പ്രതീതി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാത്രം പോരല്ലോ, സ്ക്രിപ്റ്റ് കൂടി നന്നാവണ്ടേ. എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇഷ്ടമാണ്. പെർഫോമൻസ് മാത്രമല്ല, അതിന്റെ സ്ക്രിപ്റ്റിന്റെ മികവും എടുത്തു തന്നെ പറയേണ്ടതാണ്. ഇപ്പോൾ ഒരു ലോൺലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ കുറെ അനുഭവിച്ചതിനൊക്കെ ശേഷം ഈ സിസ്റ്റത്തോട് മുഴുവനും പ്രതികരിച്ച് പുള്ളി ഒരു സൈക്കോ ആയിട്ട് മാറുന്നു. അത് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നതും അവതരിപ്പിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നുമുണ്ട്. അതിന്റെ ഒരു ബാക്കിയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ പോയിട്ട് ഇതൊരുമാതിരി 90കളിലെ പാട്ട് കുത്തി നിറച്ചിട്ടുള്ള ചില ഹിന്ദി പടങ്ങൾ കണ്ട പോലെ ഒരു പ്രതീതിയായിരുന്നു. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ കണക്ഷനും കഥാപാത്രങ്ങളോട് തോന്നുന്നേയില്ല. മെയിൻ ഇഷ്യൂ ഇവരുടെ ഈ പ്രണയം വന്നതാണെന്ന് തോന്നുന്നു. ഷേക്സ്പിയർ ഇൻ ലവ് എന്നൊക്കെ പറയുന്ന പോലെ ജോക്കർ ഇൻ ലവ് ആണിത്. ഓൾറെഡി പുള്ളി കുറച്ച് വിയേർഡാണല്ലോ. അപ്പോൾ കൂനിമേ കുരു എന്ന് പറയുന്ന പോലെ പ്രണയം കൂടി വന്നപ്പോഴത്തേക്കിനും ആകെ ഓവർ വിയേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഇവര് രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ പാട്ടൊക്കെ പാടിയാണ്. അത് ആദ്യമൊക്കെ രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പാട്ടോട് പാട്ടായപ്പോൾ ഓവറായിട്ട് ബോറടിച്ച് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ അങ്ങ് പാട്ട് പാടലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബോംബ് പൊട്ടുന്ന ഒരു സീൻ വന്നാൽ അപ്പോഴേ നമുക്ക് പേടി തോന്നും ഇനി ഇവർ പാട്ട് പാടാനായിട്ട് തുടങ്ങുമെന്ന്. അങ്ങനെ ലാസ്റ്റ് ജോക്കർ തന്നെ ഇനി പാടരുത് എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അവിടെ സത്യം ദേവി ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ സിനിമ ഉണ്ടായ കാലം മുതൽ കേട്ട് മടുത്ത് പഴകി ദ്രവിച്ച ഒരു ദുരന്ത പ്രണയകഥയാണ്. ഇപ്പം നമ്മളിവിടെ ഇന്ത്യൻ സിനിമയിൽ പാട്ടൊക്കെ ഒഴിവാക്കി മെയിൻ കാര്യം മാത്രമാക്കി പടം ഇപ്പോൾ ഒന്ന് റീഡിഫൈൻ ചെയ്തു വരുമ്പോൾ പഴയ ഇന്ത്യൻ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ ഇവര് ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്. അതും പണ്ട് ലാൽ ജോസും പ്രിയദർശനും ഒക്കെ കളർഫുൾ ആയിട്ടുള്ള സെറ്റൊക്കെ ഇട്ട് നായകനും നായികയും പാടുന്ന ഗാനരംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള സെറ്റൊക്കെ ഇട്ടുള്ള പാട്ട് വരെ ഇതിലുണ്ട്. സോ ആകെ മൊത്തം ടോട്ടലില് ഫസ്റ്റ് പാർട്ടിന്റെ അത്ര എൻഗേജിങ് അല്ലാത്ത ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു സെക്കൻഡ് ഭാഗമാണിത് എന്നാണ് എനിക്ക് തോന്നിയത്. പാട്ടാണ് മെയിൻ പ്രശ്നം. പകരം കുറച്ച് ഡയലോഗ് തന്നെ ആക്കി മാറ്റാമായിരുന്നു എന്ന് തോന്നി. നല്ല പ്രകടനങ്ങൾ, അതുപോലെ തന്നെ ടെക്നിക്കലി ബ്രില്യന്റ് ആണ്. പിന്നെ സംഭവം പടം ക്ലാസ് ഒക്കെയാണ്. പക്ഷെ സ്ക്രിപ്റ്റ് കൊണ്ട് എനിക്കത്ര പോരാ എന്നാണ് തോന്നിയത്. ചിലപ്പോൾ ഞാനത്ര ബുദ്ധിജീവി അല്ലാത്തത് കൊണ്ട് ഇതിനൊക്കെ വേറെ ഭയങ്കര അർത്ഥമുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടാവാം. എനിക്കെന്തായാലും പടം വർക്കായില്ല എന്നാണ് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്കിത് ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന ഒരു പടമാകാം. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.